മുറ്റത്തൊരു പേരമരം ഉണ്ട്, നിറയെ കാകളായിട്ട് കിടക്കുക. പക്ഷേ എല്ലാം കിളികൾ തിന്നുകയാണ്. നിറയെ കിളികളുണ്ട്. ഇതിൻ്റെ മണ്ട പേരത്തത്ത അരിഞ്ഞ് നിറയെ കളയും. അല്ലേ, ഇതിൻ്റെ കാകളെല്ലാം കിടക്കുന്നുണ്ട്. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു ഇവിടെ. അവിടെയൊക്കെ മഴ പെയ്തോ? നേരമായിട്ട് ആ കാക്ക ആ തൂണയിൽ ഇരിക്കുകയെന്നറിയാം. കാല് കഴിക്കത്തില്ലേ? അക്കരെ മലയെല്ലാം മഞ്ഞ് മൂടിക്കിടക്കുക. പുക പോലെ പറന്നു പോവാ, മഞ്ഞ് പുകഞ്ഞു കിടക്കുക. രാവിലെ പാല് വാങ്ങി വന്നു. ഇനി ചായ ഇടണം. ഇന്നലെ ഇഡലിക്കുള്ള മാവ് തയ്യാറാക്കി വെച്ചിരുന്നു. ഇനി അതുണ്ടാക്കണം. രാവിലെ മഴ തുടങ്ങിയിട്ടുണ്ട്. ഓർത്തോർത്ത് കരയുന്നത് പോലെ മഴ പെയ്യാൻ തുടങ്ങുന്നത്. രാവിലെ പാല് മേടിച്ചുകൊണ്ട് വന്നിട്ട് ചായ ഇട്ടില്ലായിരുന്നു. ചായ ഇടാൻ തുടങ്ങുകയാണ്. 2 ഗ്ലാസ് പാലും 2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്താണ് വെക്കുന്നത്. അടുപ്പ് കത്തിക്കാൻ പോകാം. രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇഡലി ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇഡലി പാത്രം എടുത്ത് കഴിച്ചിരിക്കുകയാണ്. വെള്ളം പിടിച്ച് അടുപ്പയിലോട്ട് വയ്ക്കാം. ചപ്പെല്ലാം കഴുകി വെച്ചേക്കുക. പിന്നെ വെറുതെ ഒന്ന് വെള്ളത്തിൽ വന്ന് കഴുകിയെടുക്കാം. ഈ ചട്ടയിൽ നല്ല എണ്ണ വരട്ടണം. എണ്ണ വരട്ടി വെച്ചേക്കാം. ഇന്നൊന്ന് തോട്ട് കൊടുത്തേക്കാം. ഇതിലെല്ലാം എണ്ണ വരട്ടണം. നല്ല ഇളകി വരട്ടില്ല. ചായ വെന്തിട്ടുണ്ട്. ആ അടുപ്പിലോട്ട് ഇത് വയ്ക്കാം. അങ്ങനെ ഇഡലിത്തട്ടിലേക്ക് മാവെല്ലാം ഒഴിച്ചു കൊടുത്തു അടച്ചു വെക്കുകയാണ്. ഇനി ഇഡലിക്ക് കറി വേണമല്ലോ, അതിനായിട്ട് ഞാൻ പരിപ്പാണ് കറി വെക്കുന്നത്. ഇതിൻ്റെ 1 കപ്പ് പരിപ്പിടും. അധികം പച്ചക്കറികളൊന്നും ഇടത്തില്ല. ഉള്ളിയും തക്കാളിയും പച്ചമുളകും മാത്രമേ ഇടത്തുള്ളൂ. അങ്ങനത്തെ സാമ്പാറാണ് ഇന്ന് വെക്കുന്നത്. ഒന്ന് കഴുകിയെടുക്കാം. പരിപ്പ് കഴുകി വെള്ളം ഒഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കും വേവിക്കാനായിട്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. പിന്നെ ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കും. ഇത്രയും ചേർത്ത് പരിപ്പ് ആദ്യം വേവിച്ചെടുക്കും. സാമ്പാറിന് വേണ്ടി പരിപ്പെല്ലാം കഴുകിക്കൊണ്ട് വന്നപ്പോഴത്തേക്കിന് ഇഡലി എല്ലാം വെന്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് വാങ്ങി വെച്ചിട്ട് സാമ്പാർ ഈ അടുപ്പയിലോട്ട് വയ്ക്കാം. സാമ്പാറിന് വേണ്ടുന്ന പച്ചക്കറികളെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചു. ആദ്യം ഓർത്ത് ഉള്ളിയും തക്കാളിയും പച്ചമുളകും തന്നെ ഇട്ട് സാമ്പാർ വെക്കാമെന്നാണ് ഓർത്തത്.
പിന്നോർത്ത് അതിലൊരു ക്യാരറ്റും ഒരു 2-3 ബീൻസും ഇട്ടേക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ബീൻസും ക്യാരറ്റും സവാളയും കൊച്ചുള്ളി തക്കാളിയും പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചക്കറികളെല്ലാം സാമ്പാറിലേക്ക് വെന്ത പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയും ഈ ബാക്കി വന്ന മാവ് ഫ്രിഡ്ജിൽ വയ്ക്കാം. അധികം ഉണ്ടാക്കത്തില്ല, കുറച്ച് മാത്രം മതിയാകും. ഇത്ര ഇഡലിയെ ഉണ്ടാക്കിയുള്ളൂ, ബാക്കി മാവെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇത് മതിയാകും. നോക്കിയപ്പം കറിവേപ്പില എടുത്തില്ലാതെ കറിവേപ്പില പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ. ഭയങ്കര ഉയരത്തിൽ നിൽക്കുകയാണ് കറിവേപ്പില. ഇഷ്ടം പോലെ ഉണ്ട് കറിവേപ്പില. ഒരു 2 എത്ത് ഒടിച്ചിങ്ങ്. എന്നിട്ട് കുപ്പിക്കകത്ത് വെള്ളം നിറച്ച കറിവേപ്പില കുപ്പിക്കകത്തോട്ട് ഇറക്കി വെച്ചു. ആവശ്യമുള്ളപ്പോൾ ഓരോ എത്ത് ഊരിയെടുക്കാമല്ലോ. സാമ്പാറിന് വേണ്ടി കടുക് വറക്കാൻ പോവുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഉണ്ട്, കടുക് പൊട്ടിയിട്ടുണ്ട്, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും എടുത്ത് വെച്ചിരിക്കുന്ന മസാലയും ഇട്ട് കൊടുക്കാം. അതിന് മൂത്ത് വരട്ടെ. ഞാൻ ഈ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൗഡറാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കായവും ഉലുവായും എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കടു വറുത്ത എല്ലാം കോരി മാറ്റിയിരുന്നു. ഇനി ഈ എണ്ണയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ, മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, പിന്നെ സാമ്പാർ മസാല, ഇതെല്ലാം കൂടെ ഇതിൽ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാല എല്ലാം വറുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ പുളിവെള്ളം ഞാൻ ആഡ് ചെയ്യുകയാണ്. പുളിവെള്ളം തയ്യാറാക്കി വെച്ചിരുന്നു, പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ മസാലയെല്ലാം ഞാൻ ഈ വെന്ത് വെച്ച സാമ്പാർ കഷ്ണങ്ങളിലേക്ക് ആഡ് ചെയ്തു. ഇതൊന്ന് തിളച്ചതിന് ശേഷം കടുക് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കും. അങ്ങനെ സാമ്പാർ ഇവിടെ തയ്യാറായി. ഇന്നത്തെ ഈ റെസിപ്പിയും അതുപോലെ തന്നെ കുറച്ച് കാഴ്ചകളും കുറച്ച് ജോലികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കുറേശ്ശെ. ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഇനിയും പുതുതായി ഒരു വീഡിയോയിൽ കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. താങ്ക് യു.